ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഗ്യാസ് ബർണർ എങ്ങനെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. 10 മിനിറ്റ് മതി നമുക്കിത് നല്ലപോലെ വെളുപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ നല്ല ക്ലീൻ ആവും, നല്ലപോലെ ഗ്യാസ് പുറത്തേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണിത്. നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ 2 ബർണർ എടുത്തിട്ടുണ്ട്. ശരിക്കും 3 ബർണറിൻ്റെയാണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ 2 ബർണറിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നെങ്കിൽ സിട്രിക് ആസിഡ് അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നാരങ്ങ മതിയാവും നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സിട്രിക് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വിനാഗിരി ഇല്ലാണ്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം ക്ലീൻ ആവുമെന്ന് നോക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ബാത്റൂം ക്ലീനറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹാർപ്പിക്കോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമുക്കിതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ 2 ബർണറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മുക്കി വയ്ക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് മുക്കി വയ്ക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതിൽ മുക്കി വെച്ചിട്ട്. അതിൻ്റെ റിയാക്ഷനൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഉരച്ച് നോക്കുകയാണ്. അപ്പോൾ ഉരച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ കളർ നല്ലപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ശരിക്കും 15 മിനിറ്റ് ഇത് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ട് വെച്ചാലേ ഫുള്ളായിട്ട് നമുക്ക് പോയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ ഒന്ന് എടുത്തൊന്ന് ബ്രഷ് വെച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ റിയാക്ഷനുള്ള എന്ത് നമ്മൾ കയ്യിലെടുക്കുമ്പോഴും കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമുക്കിത് ഉരയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ സ്ക്രബ്ബറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ബ്രഷൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ഉരച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഉപയോഗിക്കാത്ത ബ്രഷ് വെച്ചാണ് ഇതൊന്ന് ഉരച്ച് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബ്രഷിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുവാണ്. നമുക്ക് കാണാൻ പറ്റും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത സമയത്ത് നല്ല ബ്ലാക്ക് കളറായിരുന്നു. ഇപ്പോൾ നല്ല പോലെ ആ ഒരു കോപ്പറിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത് കുറച്ച് ചൂടുവെള്ളം, പിന്നെ ബേക്കിംഗ് സോഡ, സിട്രിക് ആസിഡ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ ഹാർപ്പിക്ക്. അപ്പോൾ ഇത്രയും സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബർണർ നല്ലപോലെ ചേഞ്ചായി കിട്ടും. നല്ലൊരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ബർണറിന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതായിരുന്നു ആ ബർണറിൻ്റെ അവസ്ഥ. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിരുന്നു. ഇതിപ്പോൾ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു കോപ്പറിൻ്റെ ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.